പ്രിയപ്പെട്ട കുട്ടികളെ, ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചില കുട്ടികൾക്ക് പ്രയാസമുണ്ട് എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഗൂഗിൾ ക്ലാസ് റൂം തുറക്കുക. ഗൂഗിൾ ക്ലാസ് റൂം തുറന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചേർത്ത അക്കൗണ്ടിൽ തന്നെയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് അക്കൗണ്ട് എന്ന് ഇവിടെ നമ്മൾക്ക് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ പിക്ചറാണ്. അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ്, അവസാനം തന്ന അസൈൻമെൻറ്റ് ഞാൻ അവിടെ എടുത്തു. ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് തുറക്കാൻ പറ്റും. ഇതാണ് അസൈൻമെൻറ്റ്. നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഈ അസൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം അത് സ്കാൻ ചെയ്ത് PDF ആക്കുക. PDF ആക്കാൻ പ്രയാസമുള്ളവർ ഫോട്ടോ എടുത്താലും മതി. ഫോട്ടോ എടുത്താലൊരു പ്രയാസം വരിക എന്ന് വെച്ചാൽ ഫോട്ടോ സൈസ് വലുതായിരിക്കും. അപ്പോൾ ഫോട്ടോ സൈസ് വലുതാകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസം വരും. അതുകൊണ്ടാണ് PDF ആക്കാൻ വേണ്ടി പറയുന്നത്. ഇനി PDF ആക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. നമ്മൾക്ക് നമ്മുടെ ഇമേജ് സൈസ് കുറക്കാനുള്ള ആപ്പുകൾ ലഭ്യമാണ്. അപ്പോൾ ഇമേജ് സൈസ് കുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ എടുത്ത ഫോട്ടോയുടെ ഇമേജ് സൈസ് കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ PDF ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ഫോട്ടോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ ആഡ് അറ്റാച്ച്മെന്റ് എന്നതിൽ നിങ്ങൾക്കൊരു ഫയൽ, ഇവിടെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളെ പുസ്തകത്തിന്റെ ഫോട്ടോ, നോട്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് അവിടെ തന്നെ ചേർക്കാനുള്ള സൗകര്യമുണ്ട്. അത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറയുടെ മൊബൈലിന്റെ സെറ്റിങ്സ് നല്ല ക്വാളിറ്റിയുള്ള പിക്ചറാണ് എടുക്കാനുള്ള സെറ്റിങ്സ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ ഇതായി. ഇനി വേറൊരു അറ്റാച്ച്മെന്റ് നമുക്ക് ക്യാമറയിൽ ഏതെങ്കിലും ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫയലാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എത്ര ഫയലുകൾ വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകൾ ചേർക്കാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസൈൻമെന്റിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഇവിടെ ചേർക്കാൻ പറ്റും. അത്രയും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഹാൻഡ് ഇൻ എന്നത് ക്ലിക്ക് ചെയ്താലാണ് വർക്ക് സബ്മിറ്റഡ് എന്ന മെസ്സേജ് വരും. ഇങ്ങനെയാണ് നമ്മുടെ മൊബൈലിലെ ഏതെങ്കിലും ഫയൽ അസൈൻമെന്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ.